എന്തൊരു വലിയ സ്കൂളാല്ലേ. അതാ ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ സ്കൂളിൽ വരുമ്പോ ഈ വേഷത്തിൽ വരരുതെന്ന്. ആ കുര്യാക്കോസിന്റെ കയ്യും കാലും പിടിച്ചിട്ട് അങ്ങനെ ആ കോട്ട് തന്നത് അതിട്ടോണ്ട് വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ കുര്യാക്കോസിന്റെ കോട്ട് ഒന്നും മിണ്ടായിരുന്നേ. കുര്യാക്കോസിന്റെ കോട്ട് ഇട്ട് മഴക്കോട്ട് ഇട്ടോ ഇത്ര കിടപ്പും അതിട്ടോണ്ടാണ് ഞാൻ വന്നത്. നീ പോകുന്നു ഈ സ്കൂളിന്റെ സ്റ്റാൻഡിലൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ വരണം. എന്റെ കാലിലോട്ടൊന്ന് നോക്കി. അയ്യോ ഇതാര് ചെരുപ്പം? ഷേർലിയുടെ. ഷേർലിയുടെ എന്റെ പൊന്നടി ഷേർലി ചെരുപ്പം മാറ്റിട്ട് അതിനകത്ത് വല്ല കല്ല് ചാടി പോയി ഞാൻ എത്ര വീട് തേച്ചാലാണെന്നറിയാം. അതിന്റെ കല്ല് ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന അതൊക്കെ ഞാൻ ഇവളെന്നെ മുടിപ്പിച്ചാണ്. ഇവിടുത്തെ ടീച്ചർ കുഞ്ഞിനോട് ചോദിക്കും പേരെന്താന്ന് ചോദിക്കുമ്പോ എന്ത് പറയും? ചിന്നു. അയ്യോ ചിന്നു. അങ്ങനെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോ കിറുക്കിട്ട് ഞാൻ കുത്തും. പിന്നെ അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെന്താ അവര് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മരിയ ഫെർണാണ്ടസ് എന്ന് പറയണം. ആ പേര് നമ്മൾ ഈ സ്കൂളിലേക്ക് വരുമ്പോ മാറ്റാന്ന് പറഞ്ഞില്ലേ? എന്നെ മാറ്റാൻ ഞാൻ നന്നായി മോനെ. എന്നാ ഫെർണാണ്ടസ് വിളിച്ചോ, ഞാൻ വിളിയേട്ടാ പോരെ? ഓക്കെ എന്നാ ശരി. നമസ്കാരം. ഹലോ പ്രിൻസിപ്പൾ ആണോ സാറേ? പ്രിൻസിപ്പൽ സാർ എന്നാ? ഹലോ പ്രിൻസിപ്പൽ സാറാണോ? അല്ല. പിന്നെ പ്രിൻസിപ്പൾ വരും. സാറാരാ? ഞാൻ ഡ്രൈവറാ. ഏതാ? ഇവിടുത്തെ സ്കൂളിന്റെ ഡ്രൈവറാ. സ്കൂളിന്റെ ഡ്രൈവറാണ്. എന്റെ താക്കോല് പോയി തപ്പുവാ. ഡ്രൈവറിന്റെ ഒക്കെ വേഷം കണ്ടോ? ഇതാണോ? അയ്യോ ബസ്സിന്റെ താക്കോല. കണ്ണ് കാണാനും പാടില്ല കേട്ടോ സ്കൂളിന്റെ ഡ്രൈവർക്ക്. നിങ്ങൾ അഡ്മിഷൻ വന്നാ? ഞങ്ങൾ കൊച്ചിനെ ചേർക്കാൻ വേണ്ടി വന്നാ. എത്ര വർഷമായി സ്കൂളില്? ഞാൻ 20 വർഷമായി. 20 വർഷമായിട്ട് സ്കൂളിലുണ്ട്. ഇവിടെ ഉണ്ട്. കണ്ണ് കാണാൻ പാടില്ല. ഇതിനും കൊച്ചിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കൂൾ വണ്ടിയിൽ പോകുമ്പോ ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം എന്നെ വല്ല ടയർ പഞ്ചറായത് വല്ല അങ്ങനെ വല്ല ആണോ? അങ്ങനൊന്നുമല്ല, അതൊക്കെ നിസ്സാര കേസല്ലേ. പിന്നെ ഇത് വണ്ടി ഇടിച്ച് തവിട് പൊടിയായി പോയി. എന്റെ ദൈവമേ, കൊച്ചിനെ എങ്ങനെ ധൈര്യപ്പെട്ട് കൂടി. അതെ ഒരു സ്കൂൾ ബസ് മറ്റേ തരികടയായി തരിപ്പണായി പോയെങ്കിൽ എതിരെ വന്ന പാർട്ടിക്ക് എന്നാ പറ്റിയിട്ടുണ്ടാവും? എതിരെ വന്ന പാർട്ടിക്ക് നിൽക്കുമായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. കുറച്ച് തൊലി പോയി. അപ്പൊ അതെന്നാ എന്നതിന്റെ ഇടിച്ചത്? മഹാഗണി സൈഡിൽ നിന്ന് മഹാഗണി വലിയ മരവിൽ അതിനിട്ട് അടിച്ചത്. അത് ശരി. അപ്പൊ അതിന്റെ കേസോ കാര്യങ്ങളോ വല്ലോ? മഹാഗണിയാണ്. ഞാൻ എന്നാ കേസ് പറയാൻ? ഒരു കേസില്ല, അത് വലിയ മഹാഗണിയായി പോയി. കേസ് പറഞ്ഞാല് കേസ് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കണു സ്പീഡില്. ചേട്ടനാ? ഞാനാ? കൊച്ചിന് വല്ല മാറിയായിരിക്കും. ഞാനൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ഫോൺ വിളിച്ചാണ് വണ്ടി ഓടിച്ചു. എന്റെ കൊച്ചിനെ അറിയത്തില്ല. വണ്ടി ഓടിച്ചാൽ അതൊക്കെ തെറ്റല്ലേ? എന്റെ മക്കളാണ് ഞാൻ ഫോൺ ചെയ്യുമ്പോ ഫോൺ അങ്ങനെ ചെയ്യത്തില്ല. അലറണ്ട, കൊച്ചു നുണ പറയത്തില്ല. കൊച്ചു പറഞ്ഞു സംഭവം ശരിയായിരിക്കും. പക്ഷെ ഞാൻ ആരെയും ഫോൺ ചെയ്യത്തില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന ഫോൺ അറ്റൻഡ് ചെയ്യണം. എനിക്കാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാൻ ബാലൻസ് പോലും ഇല്ലായിരിക്കുന്ന അവനാ ഞാൻ. ഇത് ഇത്തവണ വരുന്ന പിള്ളേർക്കുള്ള പാരന്റ്സിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അഴിച്ചിട്ട നാണക്കേടല്ലേ? അഡ്മിഷൻ വല്ലതും വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. ഞാൻ വിളിക്കാം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അത് തന്നെ. ഓക്കെ. നോ, ഐ എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. Sit down. ആ ഡ്രൈവറിനെ പുറത്ത് നിർത്തും. ഞാൻ പുറത്തേക്ക്. പുള്ളി പുറത്തേക്ക്. ഡ്രൈവറല്ലേ? പുറത്തേക്ക്. സാറിനോട് സംസാരിക്കണം. കൊച്ചിന്റെ കാര്യങ്ങൾ നടത്തിക്കണം. ഞാൻ പറയാം. പുറത്തേക്ക്. അച്ഛായ ഇങ്ങോട്ട് വാ. അച്ഛനാ? എന്റെ പപ്പ. കുട്ടിയുടെ അച്ഛൻ? നിങ്ങളാ? ഭാര്യ. എവിടെ പോയാലും ഇത് തന്നെ. തെറ്റുപോയി സാറിന് തെറ്റിപ്പോയല്ലേ? ഒരബത്തൊക്കെ ആർക്കും പറ്റും സാറേ. നിങ്ങൾക്കല്ല അബദ്ധം പറ്റിയത്, ഇതിനാണ്. കൊച്ചിനൊന്ന് ചേർക്കാനായിട്ടാണ്, മോളെ ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാ. സാറാണ്? ഞാനാണ് ഈ സ്കൂളിന്റെ EMT. ഞാൻ ഒന്നാനുള്ള ഈ സ്കൂളിന്റെ പറഞ്ഞോളൂ. അഡ്മിനിസ്ട്രേറ്റർ. എന്ന് പറഞ്ഞാൽ മുതലാളിയാണ്. എന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. സാറിന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. ദേവസ്വം മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് വായിച്ചില്ലേ? മെമ്മോറിയലോ?
അയ്യോ ഈ മെമ്മോറിയലൊക്കെ വന്ന ഈ മരിച്ചതിന് ശേഷം അല്ലേ ഈ മെമ്മോറിയലൊക്കെ വെക്കണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഫുട്ബോളൊക്കെ വെക്കുമ്പോഴേ മറിയാമ്മ മെമ്മോറിയൽ ഫുട്ബോൾ ഓൾ വേൾഡ് ട്രോഫി എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. അത് മരിച്ചതിന് ശേഷമാണല്ലോ. അതൊക്കെ മരിച്ചതിന് മുമ്പ് വെച്ചാൽ അല്ല മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ നമ്മളെ സ്കൂളിൽ നമ്മളെ പേരിൽ സ്കൂളുണ്ടോ ഇല്ലേ? മരിച്ചതിന് മുമ്പ് വെക്കണം മെമ്മോറിയൽ. അറിയാം നമ്മളെ മറ്റു സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? ബുദ്ധി വേണോ? ഭയങ്കര ബുദ്ധിയുള്ള ആളാ. കൊച്ചിനിവിടെ കിട്ടിയത് നന്നായി. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ചോദിച്ചോളൂ. കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല വശമാണല്ലോ അല്ലേ? ഓക്കെ, അത് ഈ സ്കൂളിൽ മസ്റ്റ് ആണ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അല്ല വേറെ കാര്യമുണ്ട്, അത് പറഞ്ഞില്ല. നമ്മൾ വിഷയം ഇപ്പൊ ഇംഗ്ലീഷാണ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ ക്ലാസ്സിൽ ഇംഗ്ലീഷ്, മലയാളമാണെങ്കിൽ മലയാളം തന്നെ പഠിക്കും, സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം തന്നെ പറയണം, സംസാരിക്കണം. അപ്പൊ കണക്കാണെങ്കിലോ 1-2 പറഞ്ഞിരുന്നാൽ മതി, കുട്ടികളല്ലേ. കണക്കിന്റെ ക്ലാസ്സാണ് എളുപ്പം. അപ്പൊ അങ്ങനെ വേറെ സംസാരിക്കണം, 1-2 സംസാരിച്ചാൽ മതി. പിന്നെ ഈ സ്കൂളിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതായത് ബാഗ്, ബുക്ക്, യൂണിഫോം, പിന്നെ ചെസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, എല്ലാം ഈ സ്കൂളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ പഠിക്കാനുമായിട്ട് എവിടെ പോകണം? ഏതെങ്കിലും വിവരമുള്ള ടീച്ചറിനെ ട്യൂഷൻ വെച്ചാൽ മതി. ഏതെങ്കിലും വിവരമുള്ള ടീച്ചർമാരെ ട്യൂഷൻ വെച്ചാൽ മതി. അതാണ് ഇവിടുത്തെ പരിപാടി. ടീച്ചറെ ഞങ്ങളെ യൂണിഫോം ഒക്കെ തയ്പ്പിച്ച്. യൂണിഫോം മാറി, കളറില്ല, മാറി. ഈ വർഷം വേറെ. അയ്യോ അത് അങ്ങനെ വർഷം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ പാവപ്പെട്ടവർക്ക് അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റുമോ? അല്ല എന്റെ അളിയൻ പണങ്ങും. അളിയന്റെ കടയിൽ ഈ യൂണിഫോം ഇല്ല, അതുകൊണ്ട് അളിയന്റെ കടയിലുള്ളതേ നമുക്ക് വെക്കാൻ പറ്റും. അളിയൻ പണങ്ങിയാൽ പിന്നെ അറിയാലോ കട സ്കൂളില്ല. ഈ അളിയന്റെ കടയിൽ നിന്നാണ് ഇവിടെ സ്ഥിരം യൂണിഫോം. ഈ വർഷം ഇല്ലാന്ന്. അപ്പൊ ഇത് മോഡൽ ഇതാണോ? മോഡൽ ഇതല്ല, ഇനിയിപ്പോ ഷർട്ടും സ്കേർട്ടും ആണ് വരുന്നത്. അതെ, ഷർട്ടും അതൊക്കെ. അപ്പൊ ഷർട്ടും സ്കേർട്ടും. ഓക്കെ, പാവാട, ഫ്രോക്ക് അല്ല, ഫ്രോക്ക് അല്ല, പാവാടയാണ് ഇനി വരുന്നത്. ഇംഗ്ലീഷ് പറയോ? സ്കേർട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, മസ്റ്റ് ആയിട്ടും ടൈ കെട്ടണം. അത് കെട്ടും. ആ കാര്യത്തിൽ ഉറപ്പ്. എന്നാ അറിയോ, കുഞ്ഞനാള് മുതൽ ആ കാര്യം ഞാൻ വിടാതെ പഠിപ്പിച്ചേക്കണ. എന്ത് കേസ് എന്ത് തെറ്റ് ചെയ്താലും എന്റെ മുമ്പിൽ കൈ കെട്ടി അവിടെ നിൽക്കോളൂ. കൈ കെട്ടി കാണിച്ചു കൊടുത്തടി, കൈ കെട്ടി കാണിച്ചു കൊടുത്തേ. അങ്ങനെ മാത്രല്ല അത് പേരക്ക പറിച്ചപ്പോ ഞാൻ പുറകെ കൈ കെട്ടിച്ചില്ല. ഏത് കൈ കെട്ടി അതിന്റെ കാര്യത്തിൽ ഒരു സംശയം. അച്ഛന് ഭയങ്കര പേടിയാട്ടോ കൊച്ചിന്. അതെ ഇയാളെ വീട്ടിൽ കെട്ടിട്ടുണ്ട്. കൈ കെട്ടാനല്ല പറഞ്ഞ, ടൈ കെട്ടാൻ. ടൈ എന്താണെന്ന് അറിയാമോ? അതിന്റെ ഉപയോഗം അറിയാമോ? അതറിയാം. ചില ആപത്തുകൾ വരുമ്പോ അതൊക്കെ ഉപകാരപ്പെടും. പറയൂ. ജലദോഷമൊക്കെ വരുമ്പോ ചുമ്മാ ടൗലില്ലല്ലോ, അതുകൊണ്ട് മൂക്ക് ഉടക്കണം. അല്ലേ അങ്ങനടി. ഓക്കെ, അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച് പാരന്റ്സിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, കുട്ടീനെ എന്താക്കാനാണ് അംബിഷൻ? അതിനകത്ത് വേറെ ചിന്തയൊന്നുമില്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ എഞ്ചിനീയർ മിനി എഞ്ചിനീയർ മിനി. അച്ചായ വെറുതെ ഇരുന്നോട് സംസാരിക്കണ്ട. എന്റെ കൊച്ചല്ലേ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പറഞ്ഞല്ലേ. ഇവിടെ വന്ന് തർക്കം ഉണ്ടാവരെന്ന് പറഞ്ഞോണ്ട് ഞാൻ വീട്ടിൽ ഓരോ കെട്ടം മണിക്ക് പോയിട്ട് ഞാൻ തേക്കണ ശരിയല്ലാന്ന് പറഞ്ഞു ഓരോ എഞ്ചിനീയർമാർ വന്ന് അപ്പനും അമ്മയ്ക്കും എന്നെ വിളിക്കണത്. എന്റെ കൊച്ചൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ മാന്യമായിട്ട് തേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കണേ. അറിയോ, ഒരു അപ്പന് വിളി കേൾക്കാതെ ഒരു കെട്ടിടത്തിന്റെ വിറ്റ് കേൾക്കുന്ന ഏതൊരു മേഖലയ്ക്ക് ആഗ്രഹമുള്ള എന്നിട്ട് അവള് പറയാം ഡോക്ടർ ആക്കുന്നു. നിങ്ങൾ വല്ല കെട്ടിടത്തിന് മേളിൽ നിന്ന് വീണാലേ ആര് ചികിത്സിക്കും? അതിന് വേണ്ടി എന്റെ കൊച്ചിനെ ഡോക്ടർ ആക്കും. എഞ്ചിനീയർ ആക്കുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അല്ല എഞ്ചിനീയർ അല്ല, പിന്നെ പോലീസ് ആക്കണം. എന്നാ നിങ്ങൾ സംഘർഷം ഇവിടെ നിർത്തേണ്ടി വരും. എനിക്കൊരു പേഴ്സണൽ മാറ്റർ പറയാനുണ്ട്. ഇങ്ങനെയുള്ള പാരന്റ്സിനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളെ ബാധിക്കും. അത് അറിഞ്ഞത് പറ്റില്ല. ലോക്കൽസ് ആണ് സർ. വേണ്ട സർ, ഇവര് വേണ്ട സർ. അപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛന്റെയും അമ്മയുടെയും രീതി അനുസരിച്ചിരിക്കും മക്കളുടെയും. അല്ല എന്റെ വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ പഠിച്ചല്ലേ? സെയിം പേജ്. സാറ് 7ാം ക്ലാസ് ആണോ? ഞാനല്ല, സാറിന്റെ അച്ഛൻ. ഞാനടുത്ത് സാറ് 7ാം ക്ലാസ് പഠിച്ചോ? 7ാം ക്ലാസ് പഠിച്ചു. അയ്യോ, വിദ്യാഭ്യാസം വേണം. ഇല്ലാത്ത കുട്ടികളെ ഇവിടെ അഡ്മിഷൻ ആക്കാൻ ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ആദ്യം ഒരു അഡ്മിഷൻ തന്നെ ഇവിടെ പഠിപ്പിക്കാവുണ്ട്. എന്നെ 10ാം ക്ലാസ് ആയതിനു ശേഷം കൊച്ചിനെ കൊണ്ടുവരാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. വെരി ഗുഡ്. അപ്പൊ 2 അഡ്മിഷൻ ആയല്ലോ. നമുക്ക് പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ കൂടി നോക്കണം, എന്നാലേ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതെ, വിദ്യാഭ്യാസം വേണം, അല്ലാതെ നടക്കൂല. ഇനി കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലല്ലോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. മോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ?
അറിയാലോ ദേവസ്വയുടെ സ്കൂളാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. വവ്വൽസിനെ കുറിച്ചൊക്കെ അറിയോ? അത് പറയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുനാൾ പോലെ പറയും വവ്വാല്, പാറ്റ, ഞണ്ട്, ഓന്ത്, അരണ, ഉറുമ്പ്, അതുപോലുള്ള എല്ലാ സാധനവും കുഞ്ഞുനാളെ പോലെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് കാണിച്ചു. മാത്രല്ല ഈ കൊച്ചിന് ഭയങ്കര പേടിയായിരുന്നല്ലേ ഇതൊക്കെ കാണിച്ചിട്ടാണ് ചോർന്നിരിക്കുന്നത്. മുറ്റത്തെ കളിക്കാരനും പോകും. ഞാൻ പറയും വവ്വാല് വരും, വവ്വാല് പറയുമ്പോ പേടിച്ചകത്ത് കയറും. അതൊക്കെ അറിയാം. ആ വവ്വൽസ് അല്ല. മോൾക്കറിയോ വവ്വൽസിനെ കുറിച്ച്? അറിയാം. അയ്യോ അവക്കെന്താ പറ്റിയ തലവേനയാ? എന്റെ അമ്മി അതല്ല. അയ്യോ AEIOU അതാണ് വവ്വൽസ്. അതാണ് മാം ചോദിച്ചത്. വെരി ഗുഡ്. അതാണ് വവ്വല്. വെരി ഗുഡ്. അല്ലാതെ മറ്റേ ഈ വാഴയുടെ കൂമ്പിന്ന് മറ്റേ തേൻ കുടിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന വവ്വാലല്ല. അതല്ല അല്ലേ? അതല്ല. AEIOU വവ്വൽസ്. ലൈംഗമ്പിയില് കറണ്ട് അടിച്ച് കിടക്കണം അതുമല്ലേ? അല്ല സർ. അതല്ല ഏട്ടാ, നമുക്ക് തെറ്റത്. കുട്ടിക്ക് നിലവാരം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് സിലബസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇല്ല മാറ്റില്ല, എനിക്ക് പൈസ ഇല്ല. ആ ബസ് തന്നെ ഓടിയത്, മറ്റേ ബസ് പാടുന്ന ശാരി കാര്യം പൈസ ഇല്ല. ചുമ്മാ ബസ് മാറ്റിട്ട് എന്ത് അല്ലേ? അല്ല, അങ്ങനെ ബസ് മാറ്റുവാണെങ്കിൽ ബസ് മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണ് കാണാൻ പാടാത്ത ഡ്രൈവറെ ഒന്ന് മാറ്റും. ബസ് മാറ്റില്ല മേഡം പറയരുത്, കാരണം അങ്ങനെ പൈസ ഇല്ല, ബസ് മാറ്റില്ല. അതല്ല ഞാൻ സിലബസ്. ഓക്കെ എന്തായാലും ആക്കട്ടെ. കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ വല്ലതും ഉണ്ടോ? കഴിവുണ്ടോന്നോ? ഭയങ്കര കഴിവല്ലേ നമുക്ക്. ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്ത കഴിവാ. ഇവിടെ എഴുതുന്നത് ഇവക്കല്ലാതെ വേറെ കുഞ്ഞിനും വായിക്കാൻ പറ്റില്ല. എന്നാ കഴിവെന്നറിയാവോ? ഞാൻ കുത്തിയിരുന്ന് നോക്കി എന്റെ സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പർ വരാമോ? വെരി ഗുഡ്. പിന്നെ വേറെ അത് മാത്രല്ല മിസ്സേ, ഒരു 5 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കൊടുത്ത് നോക്ക്. 3 മിനിറ്റ് തികച്ചെടുക്കത്തില്ല. അതിനു മുമ്പേ തീർത്തു തരും. അത് വേറെ കഴിവ്. അതെന്റെ അല്ലാട്ടോ, ഇവിടെ വീട്ടുകാരുടെ കഴിവാണ്, കഴിവല്ല. ഒരു കാര്യം ഞാൻ പറയാം, അതിന് എന്റെ സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് വന്ന് നോക്കിയേ. സോപ്പ് പൊട്ടിയും സ്റ്റീൽ ഗ്ലാസും തട്ടി നടക്കാൻ പാടില്ല. കാരണം ആ പഞ്ചായത്തിലെ എല്ലാ തീറ്റ മത്സരത്തിലും ഇവിടെ ഫസ്റ്റ്. കഴിവിന്റെ കാര്യത്തിൽ ഇവിടെ വലിയ കള് വേറെ ആരും. പിന്നെ വേറൊരു കാര്യം അറിയാലോ, ഞാൻ ഈ സ്കൂളിലെ വണ്ണാനുള്ള അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറയട്ടെ, ഈ സാറ് വണ്ണാൻഡോള്ളി അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള സാധനം സാറ് പറയുന്നില്ല. ഞാൻ വന്നപ്പോ പോലും ശ്രദ്ധിക്കുന്ന സാർ അത് പറയുന്നില്ല. അത് ആ മാടാ പറയണത്. അത് ഞാൻ പുറത്തുനിന്ന് പഠിച്ചത്, അതുകൊണ്ട് ചില വാക്കുകൾ എനിക്ക് കിട്ടത്തില്ല. ഓ, അമേരിക്കയിലും കണ്ട് പഠിച്ച ആളാ? അതല്ല, സ്കൂളിന് പുറത്തുനിന്ന്, ക്ലാസ്സിന് പുറത്ത് ചില വാക്കുകൾ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പുറത്തേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാം. ഓക്കെ മാം, താങ്ക് യു. ഒരു കാര്യം പറയട്ടെ, ആ സാധനം ഞങ്ങൾ എടുക്കാട്ടോ. എന്ത്? ഇപ്പൊ പറഞ്ഞ വെയിറ്റ് ലിസ്റ്റ് എടുക്കുന്നു പറഞ്ഞു. നമ്മളെ ഒരു ചെറിയ സാധനം എന്നെ കൊണ്ട് പറ്റുന്ന എടുത്താ പറയാൻ. എന്ത് വെയിറ്റ് മറ്റേ എടുക്കുമെന്ന് പറഞ്ഞേ? വെയിറ്റ് ലിഫ്റ്റ് അല്ല, ജിമ്മി പോയിട്ട് ലിഫ്റ്റ് എടുക്കാം നമുക്ക്. അല്ല വേണ്ട ഏട്ടാ, ഞാനും പറഞ്ഞ എടുക്കാം. ചെറുതെടുക്കാം. കൊച്ചിന്റെ നമ്മുടെ കൊച്ചിന്റെ ഞങ്ങൾ രണ്ടുപേരും ലിഫ്റ്റ് എടുത്തേക്കാം. എടി, ഈ ലിഫ്റ്റ് എടുക്കുമ്പോൾ നടു കൊടുക്കാൻ നോക്കണം. ഫോം അവിടെ ഉണ്ടല്ലോ അല്ലേ? അവരെ പുറത്താക്കി? സാറെന്താ അവരെ പുറത്താക്കിയത്? വിവരമില്ലാത്തവരെ പുറത്താക്കണം. എന്നെ അങ്ങനെ സ്കൂളിൽ പുറത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് അവരെ വെയിറ്റിംഗ്. ഹലോ, വേറെ ആളുണ്ട്? Thank you, sir. Okay, welcome. Good morning, sir. Good afternoon. Good evening, sir. Good night. Okay, പിന്നെ കാണാം. പോട്ടെ. Okay, bye. സാർ അയാൾ സാറേ, ഉള്ളിൽ നിന്ന് വിട്ടത് ഇങ്ങോട്ട് വാ. അതാ ഞാൻ ആലോചിച്ചത്. ഇത് അഡ്മിഷൻ വന്ന ആളാ. Carry on, seat. Okay. സാറേ, Okay. ഞാൻ MLA കത്തുമായിട്ട് വന്നതാണ്. പുറത്തൊരു ബോക്സ് ഉണ്ട്, അവിടെ ഇടൂ. പോകൂ. വെളിയിൽ ബോക്സ് വെച്ചാൽ പോസ്റ്റ്മാൻ ആയിരുന്നോ? പോകൂ, പുറത്തു. അയ്യോ, അതല്ല, ഈ MLA കത്ത് തന്നു വിടത്തില്ലേ? ആ പോസ്റ്റ്മാൻ. അതല്ല, എറണാകുളം MLA ശിപാർശ എന്ന് പറയില്ലേ സാർ? സർ, റെക്കമെൻഡേഷൻ. അത് തന്നെ, മൈ മിസ്റ്റേക്ക്. എനിക്ക് ചില വാക്ക് കേട്ടില്ല. പറ, എന്താണ്, എവിടെ നിന്ന് വരുന്നു? ഞാൻ ശരിക്കും സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഓ, ഓക്കെ. സാറ്, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി വന്നാണ്. എന്താണ് കുഞ്ഞിന് വേണം? കുഞ്ഞിന് LPGയുടെ അഡ്മിഷൻ വേണം. LPGയുടെ അഡ്മിഷൻ വേണം കുഞ്ഞിന്. ഗ്യാസിന്റെ കണക്ഷനാ കൊടുക്കാനുണ്ടോ? അല്ലല്ല, ഗ്യാസല്ല. അതെന്താ അങ്ങനെ? LPG കേട്ടില്ല? LPG. ആ ഗ്യാസ്, അത് തന്നെ ഗ്യാസ്. LPG ULPG ഇല്ലേ? അയ്യോ സാർ,
സാറ് LKG ആണോ ഉദ്ദേശിക്കുന്നത്? ഓ സോറി മൈ മിസ്റ്റേക്ക്. LKG മൈ മിസ്റ്റേക്ക്. പുറത്തു നിന്നാണ് വിളിച്ചത്. ഞാൻ പുറത്തുനിന്നാണ് വിളിച്ചത് സാർ. ഞാൻ പുറത്തു നിന്നാണ് വിളിച്ചത്. ഓക്കെ ചില വാക്കുകൾ കിട്ടുന്നില്ല. ഓക്കെ. അപ്പോ എങ്ങനെയാണ് വേണ്ടത്? എങ്ങനെയാണ് കാര്യങ്ങൾ പറയൂ. അപ്പൊ നമുക്കത് നമ്മൾ അഡ്മിഷൻ വേണം. അതിന്റെ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പൈസയുടെ കാര്യത്തിൽ നമുക്ക് നോക്കണ്ട. കെട്ടുകിടക്കുന്ന പൈസ. പക്ഷെ ഞങ്ങൾക്ക് വിഷയമാണ്. പൈസ വേണം. പൈസ വേണം. പൈസ വേണം. ഒരുപാട് പൈസ ഉണ്ട്. പൈസയുടെ ഒരു വിഷയമില്ല നമുക്ക്. ഓക്കെ. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും. നമുക്ക് അഡ്മിഷൻ കൊടുക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. അഡ്മിഷൻ തരണം സാർ. കുട്ടിയെ കാണേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നമുക്ക് കൊടുക്കാം. അല്ല സർ, കുട്ടിയെ കാണാണ്ട് ശരിയാവില്ല സർ. കുട്ടിയെ കാണണം. കുട്ടി കാണണ്ട. MLA വിളിച്ചു പറഞ്ഞാണല്ലോ. MLA കണ്ടിട്ടുണ്ടോ കുട്ടിയെ? MLA കാണിക്കാൻ ഞാൻ കാണിച്ചോളാം. കുട്ടി നാട്ടിൽ ഫേമസ് ആണോ? ഭയങ്കര ഫേമസ് ആണ്. നിങ്ങളെ കുട്ടിയെ അറിയാമോ? എനിക്ക് എത്ര പരിചയമില്ല. വൈഫിന് അറിയാലോ. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ എന്നാലും പറ്റില്ല സർ. വേണ്ട ഉണ്ടല്ലോ സർ, പൈസ കുട്ടി വിളിക്കും. സർ, നമ്മൾ എല്ലാരെയും ഇന്റർവ്യൂ ചെയ്തിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അനുസരിച്ചത് മിണ്ടേ ചുമ്മാ സർ, കുട്ടി വിളിക്കട്ടെ. കുട്ടിയെ വിളിക്കണം. സ്റ്റെഫി. കുട്ടി ഓക്കെ. സ്റ്റെഫി. നമ്മളെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ. വിളിക്കൂ. സ്റ്റെഫി വിളിക്കൂ. കുട്ടി വിളിക്കൂ. മോളെ, ഇതാണ് നിന്റെ സ്കൂള്. ഇവിടാണ് നീ പഠിക്കാൻ പോകുന്നത്. ഇതാണ് മാഡം. കണ്ട, അതാണ് മാഡം. ഇത് ഇവിടുത്തെ ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹായ് വയറിനുള്ളിൽ. ഇവിടെ തനിക്ക് വട്ടാടോ? വയറിനിടക്കണോ? കുട്ടിയെ കൊണ്ട് ഗർഭിണിയെ കൊണ്ട് ഇവിടെ വരാൻ തനിക്ക് വട്ടാടോ? വയറിനുള്ളിൽ കുട്ടിയായിട്ട് വന്നാൽ എന്താണ് കുഴപ്പം? പിന്നല്ല എടോ, 5 വർഷമായി. എന്റെ മൂത്ത കുഞ്ഞിന് 5 വയസ്സായി. അതുകൊണ്ട് അന്ന് പോലെ ഞാൻ കയറി ഇന്ന് വരെ അവനൊരു അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിന് ഇപ്പോഴെങ്കിലും ഞാൻ അഡ്മിഷൻ വന്നില്ലെങ്കിൽ ഇത് ജനിക്കുമ്പോഴെങ്കിലും എനിക്ക് റെഡിയാകുമോ? താനൊരു കാര്യം ചെയ്യും. ആദ്യം ഇതിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. എന്നാ ഇവിടെ അഡ്മിഷൻ ഓക്കെ. അഡ്മിഷൻ ഓക്കെ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ ഓക്കെ. Thank you performance.